ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. ഈസി ആയിട്ട് എന്നാൽ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്കും അറിയിക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇതിപ്പോൾ നമ്മൾ ചില റീഫ്രഷ്മെൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് എല്ലാ അമ്മമാർക്കും പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഇതിലേക്ക് ഞാൻ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, കൊക്കോ പൗഡറുണ്ട്, മിൽക്കുണ്ട്, ഷുഗറുണ്ട്, പിന്നെ ഐസ് ക്യൂബുണ്ട്, അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് സിറപ്പുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കൊക്കോ പൗഡർ ഒരു കളറിനും ഒരു ടേസ്റ്റിനും വേണ്ടി മാത്രം ചേർത്താൽ മതി. അധികം കൂടുതൽ ചേർക്കേണ്ട. അതിൻ്റെ ഒരു ചെറിയൊരു കമർപ്പ് ചുവയുണ്ട്, അത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊരു ചെറിയ ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. പിന്നെ ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് നോക്കിയിട്ടിടാവുന്നതാണ്. ഒത്തിരി ഷുഗറിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിതിൽ ഐസ്ക്രീം ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പും ഉണ്ട്. ഇതിന് രണ്ടും നല്ല മധുരമുള്ളതായതുകൊണ്ട് ഷുഗർ അധികം ആവശ്യമായിട്ട് വരുന്നില്ല. ഈ മിൽക്ക് ഷേക്ക് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് മിക്സിയിലാണ്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച പാലൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് കുറച്ച് കൂടുതലാണെങ്കിലും എടുക്കാം. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഐസ് ക്യൂബ് ഇട്ടിട്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനിയാണ് ഞാൻ ബാക്കി എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഇടണ്ട. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഈ ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചോക്ലേറ്റ് സിറപ്പില്ലേ അത് ഉപയോഗിച്ച് തന്നെ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ 2 ഗ്ലാസും ചെറുതായിട്ടൊരു ഡിസൈൻ പോലെ ആക്കിയെടുത്തു. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോൾ ചോക്ലേറ്റ് ഈ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചൊന്ന് സെർവ് ചെയ്യാണ്ട് പോവുകയാണ്. ഇനി ഇതിന് മേലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഒത്തിരി ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തൊരു ഭംഗിയിൽ കഴിക്കാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്